രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിക്കെതിരെ സൈബർ ആക്രമണം തുടരുകയാണ്. യുവതിയുടെ ചിത്രം വെച്ചാണ് FB പോസ്റ്റുകൾ വരുന്നത്. അരിസ്റ്റോ ഷാജി എന്ന FB പേജിലൂടെയാണ് പരാതിക്കാരിക്കെതിരായ അധിക്ഷേപ പോസ്റ്റ് പ്രചരിക്കുന്നത്. സൈബർ ആക്രമണത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് സൈബർ ക്രൈം പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മറ്റു വാർത്തകളിലേക്ക്. കൊല്ലം കൊട്ടിയം മൈലക്കാട് ഇടിഞ്ഞു താഴ്ന്ന ദേശീയപാത 2 ദിവസത്തിനകം ഗതാഗത യോഗ്യമാക്കുമെന്ന് കരാർ കമ്പനിയായ ശിവാലയ കൺസ്ട്രക്ഷൻസ്. ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. അപകട കാരണം കണ്ടെത്താൻ ദേശീയപാത അതോറിറ്റിയുടെ വിദഗ്ധ സംഘം ഉടൻ സ്ഥലം സന്ദർശിക്കും. കരാർ കമ്പനിയായ ശിവാലയ കൺസ്ട്രക്ഷനോട് NHAI റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. മന്ത്രിമാരായ KN ബാലഗോപാൽ, J ചിഞ്ചുറാണി എന്നിവർ സ്ഥലത്തെത്തി. വിനീഷ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. വിനീഷ്, ഈ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ കുഴപ്പം എന്ന രീതിയിൽ തന്നെയാണല്ലോ അല്ലേ, നിർമ്മാണത്തിലെ അപാകത തന്നെയാണല്ലോ ഇത്തരത്തിലുള്ള ഒരു അപകടത്തിന് കാരണമായത്? തീർച്ചയായും മഞ്ജുഷ, അങ്ങനെ തന്നെയാണ് യോഗം വിലയിരുത്തുന്നത്. കൃത്യമായിട്ട് ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി അടക്കം ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഇന്ന് കളക്ടർ ചേർത്ത യോഗത്തിൽ നിർമ്മാണ കമ്പനി അധികൃതരും അതുപോലെ തന്നെ ദേശീയപാത അധികൃതരെല്ലാം തന്നെ പങ്കെടുത്തിരുന്നു. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ചില ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇത് യോഗത്തിൽ ചർച്ചയായി. അതായത് നിർമ്മാണത്തിലിരുന്ന റോഡ് തകർച്ചാൽ അപ്രോച്ച് റോഡിന്റെ അവിടെ ഒരു പാലം നിർമ്മിക്കണം എന്നുള്ള ഒരു ആവശ്യമുണ്ടായിരുന്നു. 100 മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് പില്ലറുകൾ വാർത്തുകൊണ്ട് ഒരു പാലം നിർമ്മിക്കണമെന്നായിരുന്നു. പക്ഷെ അത് നിലവിൽ ഇപ്പോഴുള്ള ഈ ഒരു നിർമ്മാണത്തിന്റെ പ്ലാനിങ്ങിൽ വ്യത്യാസം വരും എന്നുള്ളത് കൊണ്ട് അത്തരം ചർച്ചകൾ ഉണ്ടായി. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ നിലവിലുള്ള സ്ഥിതി പുനഃസ്ഥാപിക്കും, സഞ്ചാരയോഗ്യമാക്കും എന്നുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ കളക്ടർ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ചതുപ്പ് നിലങ്ങൾ ഉണ്ട്, ചതുപ്പ് പ്രദേശമുണ്ട്. ഈ ഭാഗങ്ങളിലൂടെയാണ് ഇതിന്റെ താഴ്ഭാഗത്തെ റോഡ് കടന്നു പോകുന്നത്. ഇവിടെ ആ റോഡാണ് കഴിഞ്ഞ ദിവസം അപകടത്തിൽ ആവുകയും ചെയ്തത്. ഇനി അത്തരത്തിലുള്ള റോഡുകൾ എത്രത്തോളം സഞ്ചാരയോഗ്യമാണ് എന്നുള്ളത് പരിശോധിക്കണം. അതുപോലെ തന്നെ നിലവിൽ എന്താണ് ഈ ഒരു അപകടത്തിന് കാരണമായത് എന്നുള്ളതും പരിശോധിക്കണമെന്നാണ്. അതിന്റെ വിദഗ്ധ സംഘം നാളെ എത്തും, സ്ഥലത്ത് പരിശോധനകൾ നടത്തും. മഞ്ജുഷ്, ശരി. കൊല്ലം കൊട്ടിയം മൈലക്കാട് ദേശീയപാത തകർന്നത് കേരളത്തിന്റെ തലയിലിടാമെന്ന് കരുതേണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിർമ്മാണ കാര്യങ്ങൾ നിർവഹിക്കുന്നത് ദേശീയപാത അതോറിറ്റിയാണ്. ചിലയിടങ്ങളിൽ ദേശീയപാത അതോറിറ്റിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റി എന്നതാണ് അനുഭവമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അത് രാജ്യത്തിന്റെ പൊതുനിലമാണ്. ഇപ്പം നാഷണൽ ഹൈവേ അതോറിറ്റി എന്ന് പറയുന്നത് അതിന്റെ നിർമ്മാണ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ്. തൽക്കാലം അതൊന്ന് കേരളത്തിലെ ഗവൺമെന്റ് പുള്ളിക്കിടാം എന്നൊരു താല്പര്യത്തിന്റെ ഭാഗമാണ് ഈ ചോദ്യം എന്ന് മനസ്സിലായി. പക്ഷെ വഴിയില്ല. കാരണം പറയട്ടെ അതിനൊരു വഴിയുമില്ല. കാരണം എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത് അവരാണ്. അതിനവർക്ക് കൃത്യമായ സംവിധാനങ്ങളുമുണ്ട്. ആ സംവിധാനത്തിൽ ചില പാളിച്ചകൾ പറ്റുന്നു എന്നുള്ളതാണ് നമ്മുടെ നാടിന്റെ അനുഭവമായി വന്നിട്ടുള്ളത്. അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കൊട്ടിയത്തെ ദേശീയപാത തകർച്ചയ്ക്ക് കാരണം ഡിസൈനിലെ തകരാറാണെന്ന് മന്ത്രി KN ബാലഗോപാൽ. ചവിട്ടിയാൽ താഴ്ന്നു പോകുന്ന ചതുപ്പ് മണ്ണിൽ അവലംബിക്കേണ്ട ഡിസൈൻ അല്ലെന്നാണ് മനസ്സിലാക്കിയത്. സമാന പ്രശ്നമുള്ള മറ്റിടങ്ങളിലും പരിശോധന നടത്തണമെന്നും KN ബാലഗോപാൽ ആവശ്യപ്പെട്ടു. കളക്ടറോട് ഇന്നലെ സംസാരിച്ചിരുന്നു. NHAIയുടെ അതോറിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇത് NHAI ആണ് പൂർണ്ണമായും ചെയ്യുന്നത്. NHAIയുടെ ഉത്തരവാദിത്തമാണ്. സംസ്ഥാന സർക്കാർ ഇവിടെ ലാൻഡ് എടുത്തു കൊടുക്കുന്നു എന്നല്ലാതെ ഒരു ബന്ധവും ഇതുമായിട്ടില്ല. ലാൻഡ് അക്വിസിഷൻ അല്ലാതെ സംസ്ഥാന സർക്കാരിന് ബന്ധമില്ല. പക്ഷെ NHAI ആണ് ടെക്നിക്കലി നോക്കുന്നത്, കോൺട്രാക്ട് അവർ കൊടുക്കുന്നത്. അപ്പൊ NHAIയുടെ കോൺട്രാക്ട് ചെയ്തേക്കുന്ന ഈ കാര്യങ്ങളുടെ ഡിസൈൻ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നോക്കാൻ ഇന്ന് തന്നെ അവരുടെ എക്സ്പെർട്സും ഉദ്യോഗസ്ഥന്മാരും എല്ലാം വരുമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഇപ്പൊ ഈ റോഡിൽ ഇത്രയും വലിയ ഭാരം വരുന്ന മണ്ണ് അവിടുന്ന് മാറ്റുന്ന പ്രക്രിയയാണ് നടക്കുന്നത്. ആദ്യം നമ്മൾ നൽകേണ്ട പ്രയോറിറ്റി NHന്റെ ഈ ഭാഗത്ത് ട്രാഫിക് തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഒരു സൈഡിലേക്കുള്ള വഴി ഇപ്പൊ പോകുന്നില്ല, മറു സൈഡാണ് പോകുന്നത്. അപ്പൊ ആ മണ്ണും ഇത്രയും കൂടി നിൽക്കുന്ന സാധനങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ, മണ്ണ് മാറ്റി അവര് ഈ സ്ഥലം ഈ വെയിറ്റും അപകട രംഗം മാറ്റിക്കഴിഞ്ഞാൽ അത് അത്യാവശ്യം യാത്ര ചെയ്യാനുള്ള ടാർ ചെയ്ത് ശരിയാക്കാൻ പറ്റുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അല്ലെങ്കിൽ NHന്റെ തടസ്സപ്പെടും. ഇൻഡിഗോ വിമാന സർവീസുകളിലെ പ്രതിസന്ധി തുടരുകയാണ്. പൈലറ്റുമാരുടെ ലഭ്യതക്കുറവും സാങ്കേതിക പ്രശ്നങ്ങളും കാരണം ഇന്നും നിരവധി സർവീസുകൾ റദ്ദാക്കി. ആയിരക്കണക്കിന് യാത്രക്കാർ വിവിധ വിമാനത്താവളങ്ങളിൽ കുടുങ്ങി. വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രതിസന്ധി പരിഹരിക്കാൻ ജീവനക്കാരുടെ അവധി നിബന്ധനകൾ DGCA താൽക്കാലികമായി മരവിപ്പിച്ചു. സർവീസുകൾ പൂർവ്വസ്ഥിതിയിലാകാൻ ഈ മാസം